ഫേമസ് പാലം ഉണ്ടായിരുന്നു. ഞാൻ ഒരു തരത്തിൽ പറഞ്ഞു വന്നപ്പോൾ ഐക്കോണിക് സ്പോട്ടുകളിലൂടെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കരിങ്കല്ല് പോലെ ഇരിക്കണമല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ടു ദ വീഡിയോ. സോ നമ്മൾ രാവിലെ റൂമിൽ നിന്ന് വെക്കേറ്റ് ഒക്കെ ചെയ്ത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെതസ്പൂൺ തപ്പി വന്നേക്കാണ്. അനന്തും അമലും കൂടെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് അവർ വന്നിട്ട് നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലെറ്റ്സ് ഗോ. വാട്ട് ആൻ എൻട്രൻസ്. പെണ്ണല്ല, വീഴാണ്ട് നോക്കണം. ഞങ്ങൾ ടിൻജാൻഡൽ കാസിലിൻ്റെ കാർ പാർക്കിലെത്തി. ടിൻജാൻഡൽ എന്നായിരുന്നു. എന്തായിരുന്നു ടിൻ ബാക്കി ചോദിച്ച എന്നെ പറഞ്ഞാൽ മതി. നമുക്ക് ടിൻജൽ കാസലിലേക്ക് 20 മിനിറ്റ് നടക്കാനുണ്ട്. സോ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ എടുക്കാൻ മറന്നു. അത് കാരണം അനന്തപ്രകാശ് ഞാൻ തിരിച്ച് കാറിലേക്ക് വിട്ടു. അവൻ ക്യാമറ എടുത്തിട്ട് വരും. അന്നേരത്തേക്ക് നമുക്ക് നടക്കാം. അനന്തോം പ്രകാശിൻ്റെ നിഗമനം അനുസരിച്ച് നമ്മൾ ഈ സിമിത്തേരിയിൽ കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള പോയിന്റിൽ എത്തും എന്നാണ്, അല്ലേ? സിമിത്തേരി കൂടെ. ഞങ്ങൾ സിമിത്തേരിയുടെ നടുക്കിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കണ്ട വലിയ സിമിത്തേരി. സിമിട്രി എന്നല്ലേ? നമ്മൾ നടന്ന് ടിൻജാൻഡൽ കാസിൽ ഏകദേശം എത്താറായി. ആ കാസിൽ എന്ന് പറയുന്നത് 2 മലയുടെ അപ്പുറത്താണ്. സോ ആ 2 മലയുടെ ഇടയിലൊരു പാലമുണ്ട്. ഇതോ ആ പാലം കിടന്ന് വേണം നമുക്ക് കാസിൽ കാണാൻ പോവാൻ. നമ്മളിതാ ആ പാലത്തിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇഷ്ടിക പോലെ ഇരിക്കുന്ന ഒരു ചെരുപ്പ് ഇട്ടേക്കുന്നത്. സോ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ചിലപ്പം ഞാൻ താഴെ കിടക്കും. സോ നമുക്ക് താഴെ ഇറങ്ങിയിട്ട് കാണാം. ലെറ്റ്സ് ഗോ. നമുക്ക് കാസിലിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് നമുക്ക് ഒന്നെങ്കിൽ ഓൺലൈൻ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നെടുക്കാം. ഞങ്ങൾ ഓർത്ത് ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന്. സോ ഞങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ട ക്യൂയിലാണ്. നമുക്ക് അകത്ത് കയറാനുള്ള ടിക്കറ്റ് കിട്ടി ഗൈസ്. നമുക്കിനി നടക്കാം. Let's go. ടിൻജാൻഡൽ ക്ഷണുണ്ടോ? ജാപ്പനീസ് പറയണോ? അത് കൊറിയനോ? BTSന്റെ ഒരു സാധനം കഴിഞ്ഞ വർഷം റിലീസായി പറഞ്ഞിട്ട് മൊത്തം കൊറിയനായി പോയല്ലോ. ടിൻഡഗൻ കാസലിന്റെ ഫേമസ് പാലം ഉണ്ടായിരുന്നു. ഞാൻ ഒരു തരത്തിൽ പറഞ്ഞു വന്നപ്പോ
അപ്പൊ നമ്മള് ടിൻഡഗൽ കാസിലിന്റെ ഫേമസ് പാലം നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഗൈസ്. ഈ കാണുന്ന സ്ക്വയർ പോർഷൻസ് എല്ലാം പഴയ ബിൽഡിങ്സിൻ്റെ എന്തോ റിമൈനിങ്സ് ആണ് ഗൈസ്. ഇവിടെ കുറേ അങ്ങനത്തെ സ്ക്വയർ പോർഷൻസ് ഉണ്ട്. എല്ലാം ഡാർക്ക് ഏജ് ബിൽഡിങ്സ് എന്നാണ് പറയുന്നത്. എന്തോ 4th സെഞ്ച്വറിക്ക് വരെ മുന്നേ ഉണ്ടായിരുന്ന ബിൽഡിങ്സ് ആയിരിക്കാം. എക്സാക്ട് ഡേറ്റ് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. ഈ ബിൽഡിങ്സ് എക്സിസ്റ്റ് ചെയ്തിരുന്ന ഡേറ്റ് ഒന്നും അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഇവിടെ കുറേ സ്ക്വയർ ഷേപ്പുകളുള്ള ഇതെല്ലാം ബിൽഡിങ്സിൻ്റെ അവശിഷ്ടങ്ങളാണ്. നമ്മൾ ടിൻഡജൻ കാസലിൻ്റെ മെയിൻ സ്പോട്ടിലെത്തി ഗൈസ്. എന്തോ ഈ കാണുന്ന സ്റ്റാച്ചു ആണ് ഇവരുടെ മെയിൻ സ്പോട്ട്. ഏതോ വലിയ രാജാവാണ്, ആരാണോ എന്തോ. നമ്മൾ ടിൻഡജൻ കാസലിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് സ്പോട്ടുകളിലൂടെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാതിലൂടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നു കഴിയുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട്. ഇഷ്ടിക പോലത്തെ ചെരുപ്പായത് കാരണേ സൂക്ഷിച്ചിറങ്ങണം, ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് താഴെ എത്തും. നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നു. സോ നമ്മൾ താഴെ ഒരു ബീച്ചുണ്ട്. ബീച്ചിലേക്കാണ് ശരിക്കും ഈ സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ബീച്ചും കൂടി ഒന്ന് ഇറങ്ങി കണ്ടിട്ട് നമുക്ക് തിരിച്ച് കാറിലേക്ക് പോകാം. ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞ് വാട്ടർഫാൾസ് ഗൈസ്. I'll show you. ബീച്ചിൻ്റെ നേരെ അപ്പുറത്ത് ഒരു ഗുഹയും കൂടെ കാണുന്നുണ്ട്. നമുക്ക് ആ ഗുഹയുടെ ഉള്ളിലും കൂടെ എന്താന്ന് അറിഞ്ഞിട്ട് പോവാം. ഇതാണ് ബീച്ച്. ബീച്ചിൻ്റെ സൈഡിൽ വാട്ടർഫോൾസിൻ്റെ ഓപ്പോസിറ്റ് ഗുഹ. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ആ ഗുഹയുടെ ഉള്ളിലും കൂടെ കയറി നോക്കിയിട്ട് പോകാം. ഇതാണ് ഗൈസ് ആ ഗുഹ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ അവന്മാരാരും കണ്ടില്ല. അവർ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആയിപ്പോയി. എന്തായാലും കയറി നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ്. ഓ, കുഞ്ഞനന്തും അനന്തും അവിടെ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഹായ്. ഓ, വെള്ളം ഉണ്ടല്ലോ ഇവിടെ. കയ്യില് ചെളിയായി. അപ്പം നമ്മൾ ഗുഹയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇനി നമുക്ക് തിരിച്ച് ഈ കാണുന്ന സ്റ്റെപ്പ് എല്ലാം കയറി നമുക്ക് കാറിലേക്ക് കയറണം. നമുക്ക് തിരിച്ചു പോവാം ഗൈസ്. ലെറ്റ്സ് ഗോ ബാക്ക്. നമ്മളിവിടെ കുറച്ച് കഫേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കഫേസിൽ നമ്മൾ കയറി നമ്മൾ കോഫി വാങ്ങി. പിന്നെന്താ കോർണിഷ് സ്കോട്ട് അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനമാണ്. നല്ലതാണെന്ന് ആരോ പറഞ്ഞ് കേട്ട് വാങ്ങിയതാ.
ആൻഡ് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ കുറേ ഇരിക്കാൻ സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ പുറത്തേക്കിരുന്നു. ലെറ്റ്സ് ട്രൈ ഇറ്റ്. എങ്ങനെ ഉണ്ടാവും എന്തോ. ക്രീം തേച്ച് കഴിക്കാനാണ് പുള്ളിക്കാർ പറഞ്ഞത്. നോക്കാം. ഇത് കരിങ്കല്ല് പോലെ ഇരിക്കണമല്ലോ. റസ്ക് പോലെ ഇരിക്കണം. കുഴപ്പമില്ല. കൊള്ളാം. കമൾമണി കമൾമണി ട്രൈ ഇറ്റ്. അല്ല ആടുത്രി കുഴപ്പമില്ല. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ആടുത്രി കാണാൻ എനിക്കും ശാലുവിനും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്നാലും കുഴപ്പമില്ല. കുമാരുടെ കൂടെ ആയത് കാരണം. അല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കാണുന്നതിന് വേറെ വൈബാണല്ലോ. കാണും ഞാൻ. സെക്കൻഡിൽ എന്താ കഥ? ഞാൻ ഫസ്റ്റ് കണ്ടിട്ടുണ്ട്. കമ്മട്ടോ. നമ്മളെങ്ങോട്ടാ? നേരെ എക്സെറ്ററിലുള്ള പെട്രോൾ സ്റ്റേഷൻ, അവിടെ നിന്ന് നേരെ ബർമിംഗാം, അവിടെ നിന്ന് സിനിമ കണ്ടെങ്കിൽ അങ്ങനെ നേരെ വീട്. അപ്പൊ നമ്മൾ എക്സിറ്ററിലേക്ക്. ലെറ്റ്സ് ഗോ. സീറ്റ് ബെൽറ്റ് ഇട്ടേ. All set. Wow. Yes. Guys. Yeah. എന്റെ കൈ ഇങ്ങനെ അങ്ങനെയല്ല, ഇങ്ങനെ തന്നെ പിടിക്കണോ? ചുമപ്പ് ചുവപ്പ് ഒരു മകടെ പോയി ഒരു ക്രീമിന്റെ മലയാളം തപ്പി ശാലു. ക്രീമിന് മലയാളം ഇല്ല. അപ്പൊ ക്രീം തന്നെ. ക്രീമിന് മലയാളം ഇല്ലാത്തോണ്ട് ക്രീം തന്നെ. ഇത് ക്രീം എന്റേത് പോയി. കാര്യമില്ല. ഒരു മകടെ ഞങ്ങള് കറങ്ങി തിരിഞ്ഞ് നോട്ടിംഗ്ഹാം വ്യൂ സിനിമാസിലെത്തി ഗൈസ്. ഇനി നമുക്ക് ആട് 3 കണ്ടിട്ട് വരാം. ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ്. ആക്ച്വലി ഞാൻ ആട് 1 മാത്രമേ കണ്ടിട്ടുള്ളൂ. ആട് 2 കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഐ എം നോട്ട് എ ഫാൻ ഓഫ് ആട്. എന്നാലും കുഴപ്പമില്ല, പോയി കാണാം. കയറി വന്ന പോച്ചത് ആരുമില്ല ഗൈസ്. നമ്മൾ മാത്രമേ ഉള്ളൂ. 3 to 7 അല്ലേ? ഇതാണ് നമുക്ക് ലാസ്റ്റ്. ആരെങ്കിലും വരുമോ? എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പം ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങി. ഫസ്റ്റ് ഹാഫ് ഞാൻ നല്ലപോലെ ഉറങ്ങി. രണ്ടാമത്തേത് പിന്നെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.
അത് നിങ്ങൾ തമ്മിൽ മറ്റേതാ? ആര്? അവൻ ഞാൻ എന്റെ കൊച്ചിനൊന്ന് ആശ്വസിപ്പിച്ചതല്ലേ.